ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8051 മൈക്രോ കൺട്രോളറിന്റെ സ്റ്റാക്കിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ കുറച്ച് ബേസിക്സ് നോക്കാം. ബേസിക്സ് ഓഫ് സ്റ്റാക്ക് ഇൻ 8051. സ്റ്റാക്ക് ഇസ് എ മെമ്മറി ഏരിയ ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് എന്ന ആ മെമ്മറി ഏരിയ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ. സ്റ്റാക്ക് മെമ്മറി ഏരിയ ഫോർ 8051 ഈസ് ദർ വിത്ത് ഇന്റേണൽ റാം. സ്റ്റാക്ക് മെമ്മറി ഏരിയ 8051 കേസിൽ ഇന്റേണൽ റാമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്റേണൽ റാം ഓഫ് 8051 എന്ന് പറയുന്നത് അതിന്റെ സൈസ് എത്രയാണ്? 128 ബൈറ്റ് ആണ്. ദ മെമ്മറി ഓഫ് ഇന്റേണൽ റാം ക്യാൻ ബി പോയിന്റഡ് ബൈ സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്കിലേക്ക് ഏതാണോ സ്റ്റാക്ക് ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ ഇസ് ഹോൾഡിംഗ് അഡ്രസ് ഓഫ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. നമ്മൾ സ്റ്റാക്ക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടിന്റെ 07H ആണ് ഇതിന്റെ സ്റ്റാക്കിന്റെ ഡിഫോൾട്ട് അഡ്രസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ജസ്റ്റ് ബേസിക്സ് മാത്രം പറഞ്ഞു പോകണം. സ്റ്റാക്ക് പോയിന്റർ ഇസ് ഹോൾഡിംഗ് അഡ്രസ് ഓഫ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പ് അഡ്രസ് എന്താണോ അതായിരിക്കും സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ദ മെമ്മറി ഏരിയ ഇസ് ഹാവിംഗ് at 8 bit സൈസ്. നമുക്കറിയാം 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ മെമ്മറിയുടെ സൈസ് എത്രയാണ്? 8 ബിറ്റ് സൈസ് ആണല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് പോയിന്റർ സൈസ് എന്ത് തന്നെയായിരിക്കും? 8 ബിറ്റ് സൈസ് തന്നെയായിരിക്കും. സോ സ്റ്റാക്ക് പോയിന്റർ ഇസ് ഓപ്പറേറ്റഡ് ആസ് പെർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനർ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനർ ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹാപ്പനിങ് ആസ് പെർ പുഷ് ആൻഡ് പോപ്പ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് പുഷും പോപ്പും എന്ന് പറയുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ട് ഈ പുഷ് ആൻഡ് പോപ്പ് ഒക്കെ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാ കൺട്രോളറിന്റെ കേസിലും പ്രോസസ്സിന്റെ കേസിലും ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അല്ലെ. ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ സ്റ്റാക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റാക്ക് ഓഫ് 8051 ഓപ്പറേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഓൺലി മെമ്മറി ഓഫ് ഇന്റേണൽ റാം ഓഫ് 8051 മൈക്രോ കൺട്രോളർ. 8051 മൈക്രോ കൺട്രോളറിന്റെ ഇന്റേണൽ റാമിനെ മാത്രമാണ് സ്റ്റാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. Stack memory works as per LIFO, that is last in first out manner. Last in first out manner ആയിരിക്കും സ്റ്റാക്ക് മെമ്മറി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. Stack is used to store return address during ISR interrupt service routine. ISR എന്ന് വെച്ചാൽ interrupt service routine and subroutines. interrupt service routine അല്ലെങ്കിൽ സബ് റൂട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ററപ്റ്റ് വരും അല്ലെ. ഇന്ററപ്റ്റ് ഒരു പ്രോഗ്രാം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇന്ററപ്റ്റിന് ആ ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻ ഉണ്ടാവും. ഇന്ററപ്റ്റ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ കൺട്രോളർ ഇന്ററപ്റ്റിനെ ആദ്യം എടുത്ത് പ്രോസസ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാമിന് അടുത്ത് ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് അഡ്രസ്സിലത്തെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നോ ആ അഡ്രസ്സ് എടുത്തിട്ട് എവിടേക്ക് മാറ്റിവെക്കും? നമ്മുടെ സ്റ്റാക്കിലോട്ട് മാറ്റിവെക്കും. സോ സ്റ്റാക്ക് പോയിന്റർ ഇസ് യൂസ് ടു സ്റ്റോർ ദ റിട്ടേൺ അഡ്രസ് ഡ്യൂറിങ് ISR ആൻഡ് സബ് റൂട്ടീൻ. ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ വന്നാലോ അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീൻ നമ്മൾ കോൾ ചെയ്താലോ നമ്മൾ എന്ത് ചെയ്യാണ്? നിലവിലത്തെ പ്രോഗ്രാം എവിടെയാണോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നിന്നത് അതിന്റെ തൊട്ടടുത്ത അഡ്രസ്സിനെ എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ആ സബ് റൂട്ടീൻ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് വന്നതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെന്ത് വേണം? നമ്മൾ മെയിൻ പ്രോഗ്രാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആ പഴയ ഇൻസ്ട്രക്ഷൻ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷനിലത്തെ അഡ്രസ്സിൽ ചെന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് അവിടെ തൊട്ട് താഴോട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വരണം. സോ നമുക്ക് എന്താ സ്റ്റാക്കിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീനോ അല്ലെങ്കിൽ സബ് റൂട്ടീനോ വരുന്ന സമയത്ത് എന്താ സ്റ്റോർ ചെയ്യും? നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഇനി അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷൻ കിടക്കുന്നതിന്റെ അഡ്രസ്സ്, ആ അഡ്രസ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. സോ സ്റ്റാക്ക് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ റിട്ടേൺ അഡ്രസ് ഡ്യൂറിങ് ISRs ആൻഡ് സബ് റൂട്ടീൻസ്. ഓക്കെ. സോ സ്റ്റാക്ക് ഇസ് ഓൾസോ യൂസ്ഡ് ബൈ പ്രോഗ്രാമർ ബൈ യൂസിങ് പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെ സബ് റൂട്ടീൻ വരുമ്പോൾ മാത്രമല്ല പ്രോഗ്രാമർക്കും പുഷ് ആൻഡ് പോപ്പ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാക്കിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഇസ് പോയിന്റഡ് ബൈ സ്റ്റാക്ക് പോയിന്റർ. ഈ സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഇസ് പോയിന്റഡ് ബൈ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ. സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ ആയിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. 8 ബിറ്റ് രജിസ്റ്റർ ആണ്. ഓൺ റീസെറ്റ് ഓഫ് 8051 stack pointer holds 07H address.
സ്റ്റാക്ക് 8051 മൈക്രോ കൺട്രോളറിന്റെ കേസിൽ സ്റ്റാക്ക് പോയിന്റ് നമ്മൾ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ 8051 മൈക്രോ കൺട്രോളർ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് സ്റ്റാക്ക് പോയിന്ററിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 07H ആയിരിക്കും ഇന്റേണൽ റാമിന്റെ ഉള്ളിൽ. അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് 8051 മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്ററിന്റെ അഡ്രസ് ഡീഫോൾട്ട് ആയിട്ട് എവിടേക്ക് പോകും? 07H എന്നുള്ള അഡ്രസ്സിലോട്ട് പോവും. സോ പ്രോഗ്രാമർ ക്യാൻ ചേഞ്ച് ദ സ്റ്റാക്ക്. ഇപ്പൊ നിലവിൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന സ്ഥലം ഏതാണ്? അഡ്രസ് ഏതാണ്? 07H ആണ്. പക്ഷേ ഇത് പ്രോഗ്രാമർ ക്യാൻ ചേഞ്ച് ദ സ്റ്റാക്ക് പോയിന്റ് അഡ്രസ് ആസ് പെർ ദിയർ റിക്വയർമെന്റ്. നമ്മളാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ സ്റ്റാക്ക് പോയിന്റ് അഡ്രസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കും. റേഞ്ച് ഈസ് അവൈലബിൾ ഫ്രം 00H to 7FH. സ്റ്റാക്ക് പോയിന്ററിന്റെ നമുക്ക് അഡ്രസ് ഏതൊക്കെ അഡ്രസ്സുകളുടെ റേഞ്ചിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫ്രം 00H to 7FH എന്ന് വരെയുള്ള അഡ്രസ് വരെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇന്റേണൽ റാമിന്റെ സൈസ് എത്രയാണ്? 128 ബൈറ്റ് ആണ്. അവൈലബിൾ ഏരിയ അഡ്രസ് റേഞ്ച് എത്രയാണ്? 00H to 7FH വരെയാണ്. അടുത്തത് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സ്റ്റാക്ക് പോയിന്റ് അഡ്രസ് മാറ്റണേ നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 8051 കൺട്രോളർ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്റ് അഡ്രസ് ഡീഫോൾട്ട് ആയിട്ട് ഏത് അഡ്രസ്സിലേക്ക് പോകും? 07H എന്നുള്ള അഡ്രസ്സിലോട്ട് പോകും. ഇനി എനിക്കത് 20Hലേക്ക് മാറ്റണം എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി. എന്താണ് ഇൻസ്ട്രക്ഷൻ? sp, #20H. ഇവിടെ #20H എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20H എന്നുള്ള അഡ്രസ് എവിടേക്ക് #20H എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 20H എന്നുള്ളതാണ് എവിടേക്ക് ലോഡ് ആവുക? SP-ലോട്ട് ലോഡ് ആവുന്നത് അല്ലെ. #20H നമുക്ക് ഇവിടെ ഇത് ഇമീഡിയറ്റ് ഡാറ്റ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോലും SP-ൽ ഇപ്പൊ എന്തുണ്ട്? സ്റ്റാക്ക് പോയിന്റിലുള്ള ആ വാല്യൂ എന്തായി? സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്തായി? 20H ആയി. സ്റ്റാക്ക് പോയിന്റർ എപ്പോഴും എന്താ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്? സ്റ്റാക്ക് പോയിന്റർ എപ്പോഴും അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക അല്ലെ. അപ്പോൾ സ്റ്റാക്കിന്റെ അഡ്രസ് ഏതാണോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ സ്റ്റാക്ക് പോയിന്റിലേക്ക് #20H മൂവ് ചെയ്യുമ്പോൾ SP-യുടെ അഡ്രസ് എന്തായി? ഇപ്പോൾ 20H ആയി. അപ്പൊ SP holds 20H അഡ്രസ് ഓഫ് ദ ഇന്റേണൽ റാം. അപ്പൊ 20H എന്നുള്ള അഡ്രസ്സിലാണ് സ്റ്റാക്ക് പോയിന്റർ ഇപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം ഡീഫോൾട്ട് ആയിട്ട് എവിടെ ഉണ്ടായിരുന്നത്? 07H എന്നുള്ള ലൊക്കേഷനിലായിരുന്നു ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? move SP, #20H എന്ന് പറയുമ്പോൾ SP holds 20H address of RAM. ഇനി SP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററിന്റെ ഉള്ളിലുള്ള അഡ്രസ് എന്തായി? 20H എന്നുള്ള മെമ്മറി ലൊക്കേഷനായി മാറി. ഓക്കെ, അടുത്ത പ്രോഗ്രാം ടു അസസ് ദ സ്റ്റാക്ക് മെമ്മറി യൂസിങ് പുഷ് ആൻഡ് പോപ്പ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് തന്നെ move R1, #11H. ഇവിടെ #11H എന്ന് പറയുമ്പോൾ എന്താണ്? ഇമീഡിയറ്റ് ഡാറ്റ ആണ് അല്ലെ. സോ 11H എന്നുള്ള ഡാറ്റ R1 രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു. സെക്കൻഡ് move R2, #22H. 22H എന്നുള്ള ഡാറ്റ രജിസ്റ്റർ R2-ലോട്ട് മൂവ് ചെയ്തു. അടുത്തത് ഡീഫോൾട്ട് ആയിട്ട് എവിടെയായിരുന്നു മുമ്പ് ഇപ്പോൾ കിടക്കണ്ടായിരുന്നത്? 20H ആയിരുന്നു അല്ലെ. 20H എന്നുള്ള അഡ്രസ് ആണ് സ്റ്റാക്ക് പോയിന്ററിൽ കിടക്കണ്ടായിരുന്നത്. ഞാൻ ആ അഡ്രസ് ഒന്ന് മാറ്റുകയാണ്. സ്റ്റാക്ക് പോയിന്ററിന്റെ അഡ്രസ് ഞാൻ എന്ത് കൊടുക്കുകയാണ്? 2FH എന്നാക്കി കൊടുക്കുകയാണ്. SP, #2FH എന്നാക്കി മാറ്റി. അപ്പോൾ SP സ്റ്റാക്ക് പോയിന്റ് ഉള്ളിലത്തെ അഡ്രസ് എന്തായി മാറി? 2FH ആയി. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റ് അഡ്രസ് എന്തായി? 2FH ആയി മാറി. ഇനി അടുത്തത് എന്താണ്? പുഷ് R1 എന്ന് പറയുമ്പോൾ എന്താണ്? R1 രജിസ്റ്ററിലുള്ള എന്താണോ വാല്യൂ അതിനെ പുഷ് ചെയ്ത് വെക്കാം. അത് നമുക്ക് ഒരു ഇവിടെ എക്സാമ്പിൾ വെച്ച് നോക്കി പറയാം. അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. ആദ്യത്തെ തൊട്ട് നോക്കാം. ആദ്യം തന്നെ ഇപ്പൊ നമ്മള് ഈ 2FHഉം 20H ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ്, SP-ക്ക് കൊടുക്കുന്നതിന് മുമ്പ് 8051 മൈക്രോ കൺട്രോളർ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററിന്റെ ഡീഫോൾട്ട് അഡ്രസ് എന്താവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 07H ആയിരിക്കും അല്ലെ. 07H ആയിരിക്കും. ഇനി ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? SP, #2FH എന്ന് വെച്ചാൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് അഡ്രസ് സ്റ്റാക്ക് പോയിന്റർ പിന്നെ ഇത് മെമ്മറി അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യണ്ടാവുക 2FH എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യും. ആ ലൊക്കേഷനിൽ ഡാറ്റ ഇവിടെ എന്തായിട്ട് കാണിക്കുന്നത്? XX ആയിട്ട് കാണിക്കും. സ്റ്റാക്ക് പോയിന്റർ ഉള്ളിലത്തെ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് 2FH ആയിരിക്കും. 2FH എന്നുള്ള മെമ്മറി അഡ്രസ്സിൽ ഉള്ള ഡാറ്റ XX ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എപ്പോഴും സ്റ്റാക്ക് പോയിന്ററിൽ നമ്മൾ സേവ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും. ഇപ്പൊ മെമ്മറി അഡ്രസ് മാറി എന്തായി? സ്റ്റാക്ക് പോയിന്റർ ഉള്ളത് 2FH ആയി. ഇപ്പൊ 2FHന്റെ നേരെയാണ് നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്റർ അവിടെ നിൽക്കുന്നത്. അടുത്തത് പുഷ് R1 എന്ന് പറയുമ്പോൾ എന്താണ്? നിലവിൽ സ്റ്റാക്ക് പോയിന്റർ എവിടെ നിൽക്കുന്നത്? ഇവിടെ 2FH എന്നുള്ള മെമ്മറി അഡ്രസ്സിലാണ് അല്ലെ.
പുഷ് R1 എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പൊ 2FH നിൽക്കുന്നതെങ്കിൽ ഈ ഒരു 8051 കേസ് എന്താ വെച്ചാൽ സ്റ്റാക്ക് പോയിന്റർ ആദ്യം തന്നെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത അഡ്രസ് എന്ന് പറയുന്നത് 30H ആണ്. അവിടെ പോയിട്ട് പുഷ് R1 രജിസ്റ്ററിൽ എന്താണ് വാല്യൂ ഉള്ളത്? 11H ആണ് അല്ലെ. ആ 11H ഈ ഇൻക്രിമെന്റ് ചെയ്ത് ഈ അഡ്രസ് ലൊക്കേഷനിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ആദ്യം ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റാക്ക് പോയിന്റർ വന്ന് നിൽക്കണ്ടായിരുന്നു. അടുത്തൊരു ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിൽ കൊടുത്ത് പുഷ് R1. അപ്പൊ ഇവിടെ അല്ലാതെ പുഷ് ചെയ്ത് വെക്കുക, 2FH അല്ല പുഷ് ചെയ്യുക. ഇതിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ഇൻക്രിമെന്റ് ചെയ്ത് സ്റ്റാക്ക് പോയിന്റർ അടുത്ത അഡ്രസ്സിലേക്ക് പോകും. ദാറ്റ് ഈസ് 30H. ഈ 30Hല് R1 രജിസ്റ്ററിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ അവിടെ പുഷ് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് 11H എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പുഷ് R2. ഇപ്പൊ നിലവിൽ 30Hലാണ് നിൽക്കുന്നത്. ഈ 30H നിൽക്കുന്ന സ്റ്റാക്ക് പോയിന്റർ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്ത് അടുത്ത അഡ്രസ് ലൊക്കേഷനിലേക്ക് പോകും. ദാറ്റ് ഈസ് 31H. ഈ 31Hൽ എന്ത് ചെയ്യും? R2ൽ എന്താണോ ഉള്ള ഡാറ്റ അതിനെ അവിടെ പുഷ് ചെയ്ത് വെക്കും. R2 രജിസ്റ്ററിലൂടെ എന്താ ഉള്ളത്? 22H എന്നുള്ള ഡാറ്റയാണ്. സോ 31H എന്നുള്ള അടുത്ത ലൊക്കേഷനിലേക്ക് ഈ സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തിട്ട് അഡ്രസ് മെമ്മറി അഡ്രസ് ഒരു പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്ത് 31H ആയിട്ട് ആ ഇൻക്രിമെന്റ് ചെയ്ത മെമ്മറി അഡ്രസ് ലൊക്കേഷനിൽ 22H എന്നുള്ള ഡാറ്റ ആ ഇൻക്രിമെന്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പോപ്പ് R3 എന്ന് വെച്ചാൽ പോപ്പ് R3 അടുത്ത് എന്ത് ചെയ്യണം? സ്റ്റാക്ക് പോയിന്റർ ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? 31Hലാണ് അല്ലെ. 31Hലുള്ള സംഭവം 22H ആണ്. ഈ 22Hനെ പോപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്ന് എടുക്കുക. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനർ ആണ്. ലാസ്റ്റ് ഇൻ എന്താണ്? 22H ആണ്. ഈ 22H എന്നുള്ള വാല്യൂ സ്റ്റാക്ക് പോയിന്റർ ഇപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ലൊക്കേഷനിലോട്ടാണ്, 31Hലോട്ടാണ്. ഇവിടെ എന്താണോ ലാസ്റ്റ് ഇൻ ചെയ്തത് ദാറ്റ് ഈസ് 22H ആണ്. അത് R3 എന്നുള്ള രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്തു. പോപ്പ് R3 എന്താണോ ലാസ്റ്റ് ഇൻ ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് 22H ആണ്. ആ വാല്യൂ രജിസ്റ്റർ R3യിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് പോപ്പ് R3. അടുത്ത എന്താണ്? പോപ്പ് R4. ഇപ്പൊ ലാസ്റ്റ് ഇൻ ആയിട്ട് കിടക്കുന്നത് 22H പോപ്പ് ഔട്ട് ആയി. ബാക്കി ഇനി ലാസ്റ്റ് ഇൻ ആയിട്ട് കിടക്കുന്നത് 11H ആണ്. ഈ കിടക്കുന്ന 11Hനെ എവിടേക്ക് മാറ്റണം? R4 രജിസ്റ്ററിലോട്ട് പോപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് മാറ്റപ്പെടും അല്ലെ. സോ പോപ്പ് R4 എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്ത ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലും പിന്നെ വരുന്നത് 11H ആണ്. ആ 11H എന്നുള്ള വാല്യൂ എവിടേക്ക് മാറ്റപ്പെടും? R4 രജിസ്റ്ററിലേക്ക് മാറ്റപ്പെടും. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റാക്ക് ഓഫ് 8051 മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുന്നത്.